സ്വർണം മോഷ്ടിച്ചവർ തന്നെ മണ്ഡലകാലവും അവതാളത്തിലാക്കിയിരിക്കുകയാണ്. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ പ്രാർത്ഥനകളിൽ മുഖരിതമായ ശബരിമല കേരളം ഭരിക്കുന്ന സർക്കാരിന് വലിയ താക്കീത് നൽകിയിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും മോഷണം നടത്തിയ ശബരിമലയിൽ ജനങ്ങൾ ഇരച്ചു കയറി എന്ന് തന്നെ പറയേണ്ടി വരും. നിയന്ത്രിക്കാൻ കഴിയാത്ത ജനങ്ങളുടെ തിരക്ക് അത് പിണറായി വിജയന്റെ നേരെ തന്നെ വിരൽ ചൂണ്ടു വരികയാണ്. ആദ്യ ദിവസം തന്നെ ദേവസ്വം ബോർഡ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന തിരക്ക് സർക്കാർ നടത്തിയ മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കുമെന്ന് വിശ്വാസമുണ്ടെന്നും എന്നാൽ നിലവിലെ സ്ഥിതി അതിഭയാനകമാണ് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം അയ്യപ്പന്റെ അടുത്തുണ്ടായ മുതലുകളെല്ലാം കട്ടുകൊണ്ടു പോകാനും അത് കച്ചവടം നടത്താനും ആളുകളെ നിർത്തിയതല്ലാതെ തിരക്ക് നിയന്ത്രിക്കാനോ സൗകര്യം ഏർപ്പാട് ചെയ്യാനോ ഒരാളെയും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സന്നിധാനത്തേക്ക് മാത്രമല്ല, പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് തന്നെ നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. സ്പോട്ട് ബുക്കിംഗ് താറുമാറായി കിടക്കുന്നു. നിയന്ത്രിക്കാൻ ആളില്ല. ഇതുവരെ നിയന്ത്രിച്ചിരുന്നവരെല്ലാം വലിയ കാശുകാരായി മാറിയിരിക്കുന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ നിയന്ത്രണം പാളിയതോടെ 18ാം പടിക്ക് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡും തീർത്ഥാടകർ മറികടന്നിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഏറ്റവും വിഷമം എന്ന് പറയുന്നത് സന്നിധാനത്ത് ദർശനം ലഭിക്കാതെ തീർത്ഥാടകർ മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. പതിവിൽ നിന്നും വിപരീതമായി ഈ അയ്യപ്പ ഭക്തർ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി നെയ്യാഭിഷേകം നടത്തുകയും മാല ഊരി നാട്ടിലേക്ക് തിരിച്ചു പോകുകയും ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു കാര്യമാണത്. ബംഗളൂരു, സേലം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് മണിക്കൂറുകളോളം പമ്പയിൽ ക്യൂ നിന്നിട്ട് മടങ്ങി നാട്ടിലേക്ക് തന്നെ പോയത്. അതായത് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളും കഴിഞ്ഞ് 18ാം പടി ചവിട്ടാൻ എത്തിയവരെ അതിൻ്റെ അടുത്തുപോലും എത്തിക്കാൻ കഴിയാതെ തിരിച്ചയച്ചിരിക്കുകയാണ് ഒരു സർക്കാരും ദേവസ്വം സംവിധാനവും. പമ്പയിലേക്കുള്ള KSRTC ബസ്സുകളിൽ കയറാൻ കഴിയാതെ തീർത്ഥാടകർ തിക്കും തിരക്കും കൂട്ടുന്നൊരു സ്ഥിതിയാണുള്ളത്. മുൻ വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനം ഇത്തവണ നിലയ്ക്കലിൽ പാടെ തകർന്നിരിക്കുകയാണ്. അതാണ് തീർത്ഥാടകരുടെ തിക്കിനും തിരക്കിനും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള പോലീസുകാരുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. സന്നിധാനത്തും പമ്പയിലും തിരക്ക് നിയന്ത്രിക്കാൻ സാധാരണയായി ഉണ്ടാകാറുള്ള NDRF, RAF തുടങ്ങിയ കേന്ദ്രസേനകളുടെ അഭാവം സ്ഥിതി കൂടുതൽ വഷളാക്കി കഴിഞ്ഞു. അതായത് ഒന്നിൻ്റെയും കുറവല്ല, ശബരിമലയിൽ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മോഷ്ടിക്കാനും അത് കച്ചവടം നടത്താനും പഠിച്ചതല്ലാതെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ല. അതിനുള്ള ആളുകളെ നിർത്തിയിട്ടുമില്ല. സത്യത്തിൽ അയ്യപ്പന്റെ ഭക്തരെ നിയന്ത്രിക്കാൻ കഴിയാതെ ദേവസ്വം പ്രസിഡന്റും സർക്കാർ നിയമിച്ചിട്ടുള്ള ADGP S ശ്രീജിത്ത് IPSും നിന്ന് നിലവിളിക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യം ഉറപ്പാക്കുക, ഇത് തീർത്ഥാടകർ മാത്രമായി ഇവരെ കാണണ്ട. ഇത് അയ്യപ്പന്റെ മുതൽ കട്ടുമുടിച്ച പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം എന്ന പോലെ ഭക്തജനകോടികൾ ഇരച്ചു കയറുകയാണ്. ഇതൊരു താക്കീതാണ്. ഏതു നിമിഷവും ഇവർ ക്ലിഫ് ഹൗസ് മാർച്ച് നടത്തിയാലും അത്ഭുതപ്പെടാനില്ല. മണ്ഡലകാലത്ത് ദർശനത്തിന് പ്രതിദിനം ഹൈക്കോടതി അനുവദിച്ചത് 90,000 തീർത്ഥാടകരെ. ഇന്നലെ സന്നിധാനത്തെത്തിയത് 1,07,000 ഭക്തർ. ഇതോടെ നിയന്ത്രണമാകെ പാളി. ഒരു പോലീസുകാർ കൺട്രോൾ ചെയ്യാനില്ല. ഞങ്ങൾ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. എത്ര ആളെ മരിക്കാന്നും കൂടി അറിയില്ല. ആ കണ്ടീഷനിലാണ്. എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് കുട്ടികൾ അതിലുണ്ട്, ഒരുപാട് പേർക്ക് ഷോസ് ഭയങ്കര പ്രശ്നമായിട്ട്. കുടിക്കാൻ വെള്ളമില്ല, ഒരു പ്രോപ്പർ ക്യൂ മാനേജ്മെന്റ് ഇല്ല, പോലീസ് ഇല്ല. इतने पानी पीने के लायक नहीं है और कोई मैनेजमेंट के लिए अंदर नहीं है. ये भी टूट गया. ഇന്നലെ രാത്രി 12 മണി മുതൽ ഇവിടെ നിൽക്കുകയാണ്. ഒരു പോലീസുകാരും ആയിരക്കണക്കിന് ജനങ്ങളാണ്. അവരെ കുട്ടികൾ എത്ര എണ്ണുണ്ട് പോയി നോക്കോ. அங்கிருந்து இந்த மாதிரி ரோப் இந்த பைப்பில் வாடா, நான் அந்த ரோப்புக்கு நாண்ட ரொம்ப நெரிச்சலாகுது. ரோப்புக்கு நாண்ட வந்தவொடனே உன்னை கூப்பிட்டுருந்தா வாடான்னு ரோப்புக்கு நாண்ட வந்து பார்க்குற ஆளை காலம். நானும் ஒரு உடனே தேடிக்கிறேன். போன் போனால் எதுக்குமே எடுக்கல சாமி.